ഒരു നല്ല സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. അപ്പൊ ഞാൻ ഒരു ശ്ലോകം പറയാം, അത് നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലിക്കോളൂ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീത മസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി ശാന്തി ശാന്തി. അസതോ മാ സദ്ഗമയ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ മൃത്യോർമാ അമൃതം ഗമയ. അപ്പൊ നമ്മള് ആദ്യം തന്നെ തുടങ്ങുമ്പോ ഈ ശ്ലോകം വെച്ച് തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ ഒരുമിച്ചൊരു കാര്യം പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു ശാന്തി മന്ത്രം ആണിത്. അപ്പോൾ എന്താ അതിന്റെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഈ പഠിക്കുന്ന ഈ ഗ്രൂപ്പിനെ ഈശ്വരൻ കാക്കട്ടെ, നമുക്ക് ഒരുമിച്ച് അത് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, നമ്മുടെ ഇടയിൽ തെറ്റിദ്ധാരണകളൊന്നും അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും ഇല്ലാതിരിക്കട്ടെ, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ട് നമുക്കത് ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചൊല്ലിയ മന്ത്രത്തിന്റെ അർത്ഥം. രണ്ടാമത് നമ്മൾ ചൊല്ലിയത് നമുക്ക് അറിയാതെ അസത്തിൽ നിന്ന് സത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്കും നയിച്ചാലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഒരു തുടക്കം എന്നുള്ളതായിരിക്കും. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ഒരു PPT ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുമ്പോ പറയണേ വരുന്നുണ്ടെങ്കില്. കാണാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം വേറെ എന്തിലേക്ക് പോകുന്നതിന് മുമ്പും നമുക്ക് ആദ്യം എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സെഷൻസ് തൊട്ടിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു 20 മിനിറ്റിന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു തത്വബോധം. അത് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടിട്ട് തുടങ്ങാം. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നത്, ഇത് പഠിച്ചിട്ട് വല്ല ഗുണമുണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ താല്പര്യം, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് വേദാന്തം എന്നുള്ളത് നോക്കാം. അതിന്റെ ലിറ്ററൽ സെൻസ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് പറയാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. വേദാന്തം എന്നുള്ളത് ലിറ്ററൽ ആയിട്ട് അതിന്റെ മീനിങ് വേദ അന്തം എന്ന് വെച്ചാൽ വേദങ്ങളുടെ അവസാനം. വേദങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിറ്ററലി അതിന്റെ അവസാനം എന്നുള്ളതല്ല അർത്ഥം, അതിന്റെ ഹയസ്റ്റ് ഐഡിയൽ, വേദങ്ങളിൽ പറയുന്നതിന്റെ അതിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള ഏറ്റവും വലിയ ഐഡിയൽ എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന തത്വം എന്താണ് എന്നുള്ളതാണ് വേദങ്ങളിൽ പറയുന്നത്. നമുക്കറിയാം 4 വേദങ്ങളുണ്ട് അല്ലെ? ഋഗ്, യജുർ, സാമം, അഥർവവേദം. ഈ 4 വേദങ്ങളും ഓരോ വേദങ്ങളും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് എടുക്കാട്ടോ. ഞാൻ പിന്നെയും ഇത് പറയും, ഒരിക്കൽ കൂടെ പറയും, എന്നാലും ജസ്റ്റ് ഇപ്പൊ വേണമെങ്കിൽ നോട്ട് എടുക്കാം. 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് മന്ത്രസംഹിത എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ആ മന്ത്രങ്ങള് അതിൽ ഉള്ള ആ ഭാഗത്തിനെയാണ് മന്ത്രസംഹിത എന്ന് പറയുന്നത്. രണ്ടാമത്തതിന് നമ്മൾ ബ്രാഹ്മണം എന്ന് പറയും. ബ്രാഹ്മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള റിച്വൽസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ബ്രാഹ്മണം എന്നുള്ള സെക്ഷൻ വേദങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത്തേത് ആരണ്യകം എന്ന് പറയും. ആരണ്യകം ദ ഫിലോസഫി ബിഹൈൻഡ് ദോസ് റിച്വൽസ്, അതിനെ കുറിച്ചിട്ടാണ് ഈ ആരണ്യകം എന്നുള്ള പാർട്ട് പറയുന്നത്.
നാലാമത്തത് ഉപനിഷത്സ്. ഉപനിഷത്തുകളിലാണ് അതിന്റെ ശരിയായിട്ടുള്ള തത്വം പറയുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളെ വേദാന്തം എന്ന് പറയുന്നത്. മെയിൻ ഫോക്കസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് വേദാന്തമാകുന്നതും ഈ ഉപനിഷത്ത് പാർട്ട് വരുന്നത് കൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അതിന്റെ ഈ പറയുന്ന 3 സെക്ഷന്റെയും ഫുൾ കൺസോളിഡേറ്റ് ചെയ്തിട്ട് എന്താണ് ഈ വേദാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലം ആ ഉപനിഷത്തുകളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, 4 പാർട്ട്: മന്ത്രസംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുകൾ. ഇതാണ് 4 വേദങ്ങളിൽ വരുന്നത്. ഇനി ഈ വേദാന്തം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വെച്ചാൽ പല സ്കൂൾസ് ഓഫ് വേദാന്തം ഉണ്ട്. നമ്മൾ ഇപ്പൊ നിങ്ങൾ അദ്വൈത വേദാന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ശങ്കരാചാര്യര് അതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്കൂൾ ഓഫ് വേദാന്തം. അപ്പോൾ അതല്ലാണ്ട് പല സ്കൂൾസ് ഓഫ് വേദാന്ത ഫിലോസഫി ഉണ്ട്. ഇതൊക്കെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേദാന്തത്തിൽ നിന്ന് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിന്റെ കമന്ററിയിൽ നിന്ന് പല ആചാര്യന്മാർ എഴുതിയ ആ ടെക്സ്റ്റുകള് ബേസ് ചെയ്തിട്ടാണ് പല ഫിലോസഫി വന്നിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രഹ്മസൂത്രത്തിന്റെ കമന്ററി മാധവാചാര്യർ എന്ന് പറയുന്ന ആചാര്യൻ എഴുതിയതാണ് ദ്വൈത വേദാന്തം എന്ന് പറയും. അതുമാതിരി നിംബാർക്കാചാര്യർ എഴുതിയ ടെക്സ്റ്റാണ്, അതിന്റെ ഭാഷ്യമാണ് ദ്വൈതാദ്വൈത വേദാന്തം. വല്ലഭാചാര്യർ എഴുതിയത് ശുദ്ധാദ്വൈത വേദാന്തം. രാമാനുജ ആചാര്യൻ എഴുതിയതാണ് വിശിഷ്ടാദ്വൈത വേദാന്തം. ഇതാണ് ഈ സ്വാമിനാരായണൻ ടെമ്പിൾ നിങ്ങൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെ? ഈ സ്വാമിനാരായൺ സെക്ട് ഫോളോ ചെയ്യുന്ന വേദാന്താണ് ഈ വിശിഷ്ടാദ്വൈത വേദാന്തം. പിന്നെ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന അചിന്ത്യ ഭേദാഭേദം എന്ന് പറയും. അതാണ് ഇസ്കോൺ ടെമ്പിളുകാർ ഫോളോ ചെയ്യുന്ന സ്കൂൾ ഓഫ് വേദാന്ത തോട്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിക്കുള്ള വേദാന്ത ഫിലോസഫി ഉണ്ട്. ഇനിയിപ്പോ നമ്മള് ജസ്റ്റ് എന്താണ് ഇതിലൊക്കെ എല്ലാ വേദാന്തങ്ങളും എല്ലാം എടുത്തു കഴിഞ്ഞാൽ, എല്ലാ സ്കൂൾ ഓഫ് തോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ അന്വേഷിക്കുന്നത് നോക്കാം. അപ്പൊ പൊതുവേ നമുക്കൊരു ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വയസ്സാം കാലത്ത് നമുക്ക് ചിന്തിക്കേണ്ട, വയസ്സാം കാലത്ത് അറ്റൈൻ ചെയ്യേണ്ട എന്തോ ആണ് വേദാന്തം എന്നുള്ളത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിതത്തിലുള്ള എല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഇല്ലാണ്ട് പുണ്യം സമ്പാദിക്കാം എന്നുള്ളത്. ഇതിപ്പോ അങ്ങനെ പോസിബിൾ ആണ്? ഇനിയിപ്പോ ഒരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സമ്മതിക്കുകയാണെന്ന് വെച്ചാൽ തന്നെ അത് പോസിബിൾ ആണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഒരു ദിവസം ഒരു കഥ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരാളിങ്ങനെ നടന്നു പോയിരുന്നു. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ആൽവൃക്ഷം കണ്ടു, നല്ല ഹൈറ്റ് ഉള്ള ഒരു ആല്. അപ്പൊ ആ ആലിന്റെ മുകളിലേക്ക് ഒരു ഒച്ച് സ്നെയിൽ അതിങ്ങനെ മെല്ലെ കയറി പോന്നു. അപ്പൊ കയറി പോകുന്ന സമയത്ത് ഇയാള് ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഈ കയറി പോകുന്നത്? അപ്പൊ ഒച്ച് പറഞ്ഞു, ഈ ആലിന്റെ മുകളില് അതിന്റെ കൊമ്പ് അറ്റത്ത് അങ്ങനെ പോയി കഴിഞ്ഞാല് അതിൽ നല്ല തളിര ഇല കിട്ടും, അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇയാള് മുകളിലേക്ക് നോക്കിയപ്പോ ആ മഞ്ഞുകാലാണ്, ഒരൊറ്റ ഇലയില്ല, വെറും ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇയാള് ചോദിച്ചു, നീ എന്തൊരു വിഡ്ഢിയാണ്, അതിൽ ഒരൊറ്റ ഇല പോലും ഇല്ലല്ലോ. അപ്പൊ ഈ ഒച്ചു പറഞ്ഞു, അത്ര ഞാനല്ല വിഡ്ഢി, ഈ ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങളാണ് വിഡ്ഢി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് കേറിയിട്ട് ഞാൻ ആ ആലിന്റെ തുഞ്ചത്ത് എത്തുമ്പോഴേക്കും ഈ വിന്ററും കഴിഞ്ഞിട്ട് സ്പ്രിങ് വന്നിട്ടുണ്ടാവും. ഞാൻ ആ സ്പ്രിങ് സമയത്താണ് ഞാൻ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പ്രയത്നം ഇട്ട് തുടങ്ങിയാലേ ഞാൻ അവിടെ എത്തുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറെ സ്കൂൾസ് ഓഫ് വേദാന്ത തോട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങണമെങ്കിൽ നമ്മളിപ്പോ തുടങ്ങണം. എന്നാലേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വയസ്സാം കാലത്തെ നമ്മളിത് ഒരു എന്താ പറയുക 70 വയസ്സ് 60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നുള്ളൂ എങ്കിൽ പോലും എന്താണെന്ന് അറിയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. ജസ്റ്റ് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുകയാണെങ്കിൽ തന്നെ. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ വേദാന്തത്തിൽ പറയുന്നത്, അത് ഈ പറഞ്ഞ മാതിരി പുണ്യമോ ഇല്ലെങ്കിൽ വയസ്സാം കാലമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം വേദാന്തത്തിൽ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൂ ആം ഐ, ആരാണ് ഞാൻ, ഇല്ലെങ്കിൽ എന്റെ സ്വരൂപം എന്താണ്. ഇത് നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹരിയാണ്, ഞാൻ ആരാണെന്നുള്ള ചോദ്യം ലിറ്ററലി ഇൻ ദ ലിറ്ററൽ സെൻസ് അല്ല ചോദിക്കുന്നത്. വാട്ട് ഈസ് ഹൂ ആം ഐ ഇൻ റിയൽ സെൻസ് എന്ന് വെച്ചാൽ എന്താണ് എന്റെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്. ഹരി എന്നുള്ളതോ ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ മാതിരി JP എന്നുള്ളതോ മനോജ് ബലൻ എന്നുള്ളത് നമുക്ക് പേര് തന്നതാണ്, നമ്മുടെ അച്ഛനമ്മമാര് തന്ന പേരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ആസ് സച്ച് ആസ് എ ഹ്യൂമൻ, ആസ് എ ലിവിങ് ബീയിങ്,
ഹു ആം ഐ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. അതുമാതിരി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, വാട്ട് ഈസ് ഗോഡ്, വാട്ട് ഈസ് യൂണിവേഴ്സ്, ഈസ് ദർ എ വേ ടു ഗെറ്റ് പെർമനന്റ് സാറ്റിസ്ഫാക്ഷൻ, ഈസ് ദിസ് ഈവൻ പോസിബിൾ? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെയാണ് വേദാന്തത്തിൽ കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് നോക്കിയിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വയസ്സാം കാലത്ത് ആവശ്യമുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ നമ്മള് ഒരു 60-65 വയസ്സിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ 65 വയസ്സിൽ 70 വയസ്സിൽ നമ്മൾ പർപ്പസ് ഓഫ് ലൈഫ് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന് വെച്ചാല് തുടക്കം മുതൽ അറിയണം. ഇപ്പൊ ഈ ഒരു ആശയം ഇത് പല രീതിക്ക് നമ്മുടെ അടുത്ത് പല കഥകളിലും വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗവത്തില് പ്രഹ്ലാദന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ? അപ്പൊ നരസിംഹത്തിന്റെയും പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദനാണ് എന്താ പറയുക ഈശ്വരനെ തേടുന്നത്. അതുപോലെ ഏറ്റവും മറ്റൊരു രസകരമായിട്ടുള്ള ഒരു നല്ലൊരു കഥ എന്ന് പറഞ്ഞാൽ ധ്രുവന്റെ കഥ. ധ്രുവന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണോ? എല്ലാവർക്കും ധ്രുവന്റെ കഥ അറിയോ? അറിയില്ല. അപ്പൊ ശരി, അപ്പൊ ധ്രുവന്റെ കഥ എന്ന് ജസ്റ്റ് പെട്ടെന്ന് ഞാൻ പറയാം. അതായത് ധ്രുവൻ എന്ന് പറയുന്നത് ഉത്താനപാദൻ എന്ന് പറഞ്ഞിട്ടൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഭാഗവതത്തിൽ വരുന്ന കഥയാണ് കേട്ടോ. അപ്പോ ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാരാണ്, സുരുചിയും സുനീതിയും. അപ്പൊ സുനീതിയാണ് ആദ്യത്തെ ഭാര്യ, സുരുചി രണ്ടാമത്തെ ഭാര്യ. അപ്പൊ ഈ സുനീതിയുടെ മകനാണ് ധ്രുവൻ, സുരുചിയുടെ മകൻ ഉത്തമൻ. അപ്പോ ഈ സുനീതി രാജാവിന് അത്രയ്ക്ക് പ്രിയപ്പെട്ട ഭാര്യയല്ല, എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യയാണ്. അപ്പൊ ഈ സുരുചി രണ്ടാമത്തെ ഭാര്യയാണ് രാജാവിന് ഭയങ്കര ഇഷ്ടം. ഈ രാജകുമാരന്മാര്, അതായത് ധ്രുവനും ഉത്തമനും, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ദിവസം അങ്ങനെ കളിച്ച് അങ്ങനെ വന്നിട്ട് രാജാവ് ഇരിക്കുന്നുണ്ടായിരുന്നു രാജകൊട്ടാരത്തിൽ. അപ്പൊ ഈ ഉത്തമൻ ചെറിയ ആള് ഓടി വന്നിട്ട് രാജാവിന്റെ മടിയിൽ കയറും. അപ്പൊ ഈ ധ്രുവനും ഇത് കണ്ടിട്ട് അച്ഛന്റെ മടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിപ്പോകും. അപ്പൊ അച്ഛന്റെ മടി കയറാൻ പോകുന്ന സമയത്ത് ചെറിയമ്മ, അതായത് സുരുചി ഉത്താനപാദന്റെ രണ്ടാമത്തെ ഭാര്യ, ആ ധ്രുവനെ തള്ളിയിട്ടുകൊണ്ട് പറയും, നീ എന്ന് വെച്ച് കഴിഞ്ഞാല് നീ രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ യോഗ്യനല്ല. കാരണം എന്ന് വെച്ചാൽ നിനക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നീ സുരുചിയുടെ വയറ്റിൽ സുരുചിയുടെ മകനായിട്ട് ജനിക്കേണ്ടതായിരുന്നു. നീ എന്ന് വെച്ചാല് സുനീതിയുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പൊ കുട്ടിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവും ഇത് കേൾക്കുമ്പോ. എന്നിട്ട് കുട്ടിയെ എന്ന് വെച്ചാൽ അവര് ഒരു തരത്തിൽ ഇങ്ങനെ അബ്യൂസ് ചെയ്യുക. അതായത് എന്ന് വെച്ചാൽ ഇനി നിന്നെ രക്ഷിക്കണമെങ്കിൽ ഈശ്വരന് മാത്രമേ പറ്റുള്ളൂ, നീ വേണമെങ്കിൽ ഈശ്വരന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നീ ഇതിനു വേണ്ടിയിട്ട് കളിയാക്കുക ധ്രുവനെ. നീ ഈശ്വരന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് നീ വേണമെങ്കിൽ വരം മേടിച്ചിട്ട് വാ രാജാവിന്റെ മടിയിൽ കയറാൻ എന്ന് പറഞ്ഞിട്ട് ആ ധ്രുവൻ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് രാജകൊട്ടാരം വിട്ട് പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു, സുനീതയുടെ അടുത്ത് പോകും. അപ്പൊ സുനീതയുടെ അടുത്ത് പറയും എന്തൊക്കെയാ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറയും, ശരിയാണ്, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാജകൊട്ടാരത്ത് പോലും അല്ല താമസിക്കുന്നത്, നമ്മൾ പുറമേയാണ് താമസിക്കുന്നത്. മോന്റെ അച്ഛനാണ് രാജാവെങ്കിലും മോന് രാജാവിന്റെ മടിയിൽ കയറാനുള്ള അവകാശമില്ല. അപ്പൊ ഈ ധ്രുവൻ ചോദിക്കും, എന്തുകൊണ്ടാണ് അത്? ഞാനും ആ അച്ഛന്റെ മകൻ തന്നെയല്ലേ, എനിക്ക് എന്തായാലും കയറണം. അപ്പൊ ഞാന് ചെറിയമ്മ പറഞ്ഞ പോലെ ഞാന് കാട്ടിൽ പോയിട്ട് ഈശ്വരനെ ഞാൻ തപസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോവാണ്. 5 വയസ്സുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ ഈ കുട്ടി കാട്ടിൽ പോകുന്ന സമയത്ത് നാരദ മഹർഷി വരും. നാരദ മഹർഷി വന്ന് ഈ കുട്ടിയെ കാണും. എന്നിട്ട് പറയും ധ്രുവന്റെ അടുത്ത്, നീ എന്താണ് കാണിക്കുന്നത്? നീ എന്ന് വെച്ചാൽ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? നീ എന്ന് വെച്ചാൽ പോയിട്ട് കളിക്കൂ, നിന്റെ പ്രായം കളിക്കാനുള്ളതാണ്. നിനക്ക് എന്ന് വെച്ചാൽ ഇപ്പോ ഞാൻ വേണമെങ്കിൽ സംസാരിച്ചിട്ട് ഞാൻ രാജാവിന്റെ അടുത്ത് സംസാരിക്കാം. അപ്പൊ കുട്ടിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കുട്ടി കേട്ടില്ല. എന്ന് വെച്ചാൽ വളരെ ഉറച്ച മനസ്സായിരുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കിയ നാരദ മഹർഷി അവന് മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താണ് മന്ത്രം? ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ ദിവസവും ചൊല്ലുന്ന മന്ത്രം തന്നെയാണ് അത്. ആ മന്ത്രത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാല് ടോപ്പിക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ എന്നാലും ജസ്റ്റ് ഒന്ന് പറയും. ഇപ്പൊ ഭഗവതേ എന്ന് പറയുന്നത് തന്നെ ഭാസയതി, ഗച്ഛതി, വിലീയതി, തുരീയം, അങ്ങനെ പല പല തലങ്ങളുണ്ടായി. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കൽ നോക്കാം. അപ്പൊ ഈ മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് കുട്ടി കാട്ടിൽ പോയിരുന്ന് തപസ് ചെയ്യണം. 5 മാസം തപസ് ചെയ്ത് കുട്ടി, എന്നുവെച്ചാൽ ഒന്നും ആഹാരം ജലപാനം പോലും ഇല്ലാണ്ട്. എന്നിട്ട് തപസ് ചെയ്തിട്ട് അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്, വിഷ്ണു പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ കുട്ടിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൊ ഭഗവാൻ ശംഖും കൊണ്ട്, തന്റെ ശംഖുചക്ര കഥാധാരിയാണല്ലോ, ശംഖു കൊണ്ട് കവിളിലൊന്ന് തൊടുന്ന സമയത്ത് അതാണ് അവിടെയാണ് ആ ഒരു എന്താ പറയാ ഈ പറയുന്ന ഫിലോസഫിയുടെ ഒക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്ന അവിടെയാണ്. എന്ന് വെച്ചാൽ 5 വയസ്സായിട്ടുള്ള കുട്ടിയുടെ വായിൽ നിന്നാണ് വ്യാസ ഭഗവാൻ ഭാഗവത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ശ്ലോകാസ് അവിടെ രചിച്ചിരിക്കുന്നത്. അത് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അതായത് നമ്മള് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ധ്രുവസ്തുതി എന്ന് പറയും. അത്
അതായത് അത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം. യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവനത്യഖില ശക്തിധരസ്വധാംനാം അന്യാം സഹസ്തചരണ ശ്രവണത്വഗാധിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പൊ ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, നിങ്ങൾ വേറെ ഇതിന്റെ അർത്ഥം പറയാം ഞാൻ പിന്നീട്, അതായത് ഭക്തിയോഗം എടുക്കുമ്പോൾ പറയാം. നിങ്ങൾ ഒരു ശ്ലോകം ഒരു പ്രാർത്ഥനയും ദിവസവും ചൊല്ലിയിട്ടില്ലെങ്കിലും ഈ ഒരൊറ്റ ശ്ലോകം ദിവസം ചൊല്ലിയാൽ മതി. വേറെ ഒന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് വേണ്ട ഭക്തി മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു ശ്ലോകമാണത്. അപ്പൊ ഈ ശ്ലോകം ഞാൻ പിന്നീട് വാട്സാപ്പിൽ ഇടാം. ഇതിന്റെ അർത്ഥം നമ്മൾ ഭക്തിയോഗം നോക്കുമ്പം നമുക്ക് പറയുകയും ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഈ കാര്യങ്ങൾ, അതായത് ഹൂ ആം ഐ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, വാട്ട് ഈസ് ഗോഡ്, വാട്ട് ഈസ് യൂണിവേഴ്സ്, ഈസ് ദർ എ വേ ടു ഗെറ്റ് പെർമനന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് വേദാന്തത്തിലുള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു മിനിറ്റിന്, അപ്പൊ ഇതൊരു എപ്പോഴും ഇത് മനസ്സിൽ വെക്കണം. അതായത് ഇതല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ, ഇതൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇനി അടുത്ത അതിലേക്ക് പോവാം നമുക്ക്. അതായത് നമുക്ക് വേദാന്തം എന്നുള്ളതൊക്കെ തൽക്കാലം വിടാം. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്നുവെച്ചാൽ, മൃഗങ്ങളും അവരും ആഹാരം, അവർക്ക് നിദ്ര, എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം അവരും ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്ക് എന്തുണ്ട് അവരെക്കാൾ കൂടുതൽ? ഇന്റലക്ട് ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ അതിനൊരു ശ്ലോകം പറയുകയാണെങ്കിൽ, ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർ നരാണാം ബുദ്ധിർഹി തേഷാം അധികോ വിശേഷ ബുദ്ധ്യാവിഹീന പശുഭിർ സമാന. എന്ന് വെച്ചാൽ ബുദ്ധിയാണ് മനുഷ്യന് അധികമായിട്ടുള്ളത്. ബുദ്ധി ഇല്ലാത്തതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള മനുഷ്യര് പശുവിന് സമാനമാണ്. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററൽ പശു അല്ല, മൃഗങ്ങൾക്ക് സമാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം എന്താണെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇപ്പൊ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മളൊക്കെ എന്തെങ്കിലും നമ്മളെ കുറിച്ച് സെൽഫ് ഇൻട്രോസ്പെക്ട് ചെയ്ത്, നമ്മളെ കുറിച്ച് ചിന്തിച്ച്, നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച്, അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അല്ലെ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നതും ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തി, ഇവിടെ നമ്മളൊരു ലൈഫ് ഉണ്ടാക്കി, എന്ന് വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, നമ്മളെ ഒരു ഗോളാക്കിയിട്ട് വെച്ചു, നമ്മൾ അങ്ങനെ മുന്നോട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. തന്നെയാണ് എല്ലാ മനുഷ്യരുടെ കാര്യം, അവര് ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെങ്കിലും. അപ്പോൾ ഈ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ മനുഷ്യർക്ക് ഗോള് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് വിശപ്പടക്കി അത് കഴിഞ്ഞു, പിന്നെ അത് എവിടെയെങ്കിലും പോയി കിടന്നു, എന്നിട്ട് പിന്നെ അടുത്ത സമയത്തിന് അതിന് വിശക്കുമ്പോൾ അത് വെച്ചാൽ പിന്നെ രണ്ടാമത് തുടങ്ങും നോക്കാൻ. അപ്പൊ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കും, നമ്മൾ എവിടെ എത്തേണ്ടതെന്നുള്ളത് നമ്മൾ ആലോചിക്കും. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഹ്യൂമൻ ഗോൾസിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പുരുഷാർത്ഥം. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ അല്ല, എന്ന് വെച്ചാൽ മലയാളത്തിലെ പുരുഷനല്ല, ലിവിങ് ബീങ്, ഹ്യൂമൻ ബീങ് എന്നുള്ളതാണ് പുരുഷൻ. ഹ്യൂമൻ ബീങ്, അതായത് ഇറ്റ് ക്യാൻ ബി യുനോ മാൻ, ഫീമെയിൽ, മെയിൽ, ട്രാൻസ്ജെൻഡർ, അതൊക്കെ പുരുഷനിൽ വരുന്നതാണ്. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥം തന്നെയാണ്, അത് മീനിങ്, അതായത് ഗോൾ, ഹ്യൂമൻ ഗോൾ. അപ്പൊ ഏത് തരത്തിലുള്ള ഹ്യൂമൻ ഗോളിനെയും നമുക്ക് നാല് ബക്കറ്റിൽ പെടുത്താൻ പറ്റും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചതുർവിധ പുരുഷാർത്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ഓക്കെ, 4 പുരുഷാർത്ഥങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് ഏതൊക്കെയാണ് 4 പുരുഷാർത്ഥങ്ങൾ പറയുമ്പം? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 വിധത്തിലുള്ള പുരുഷാർത്ഥം. ഇത് ആദ്യം നമ്മൾ പറയുമ്പോൾ ധർമ്മം ആണ് പറയുക, ആദ്യത്തെ പുരുഷാർത്ഥമായിട്ട് ധർമ്മമാണ് പറയുക. പക്ഷെ ആദ്യത്തെ പുരുഷാർത്ഥം ശരിക്കും ധർമ്മമല്ല. ആദ്യത്തെ പുരുഷാർത്ഥം അർത്ഥമാണ്. അതായത് നിങ്ങൾ സ്കൂളിൽ നമ്മളെ എന്തായിരുന്നത്, മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് ഏറ്റവും ബേസിക് നീഡ്സ് എന്ന് തുടങ്ങിയിട്ട് പിന്നെ സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അതേപോലെ ഒരു പിരമിഡാണ്. എന്ന് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോലും ചിന്തിക്കാം, അതായത് ഇന്നാണ് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പോയിരിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഇതാണ് ആദ്യം വന്നത്. അതുകൊണ്ട് അപ്പൊ ഈ അർത്ഥം എന്നുള്ളതാണ് ആദ്യത്തെ ലെയർ. എന്താണ് അർത്ഥം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നമുക്ക് ജീവിതത്തിൽ വേണ്ട ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ്, അതായത് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, അതുമാതിരി ഹെൽത്ത്,
ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ളത്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന അർത്ഥം എന്നുള്ള നിലയ്ക്കാണ്. അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ട സെക്യൂരിറ്റി തരുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഇല്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ബേസിക് നീഡ്സ്. അപ്പൊ ഇതാണ് അർത്ഥ പുരുഷാർത്ഥത്തിൽ വരുന്ന. അപ്പൊ ഇത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസിനെയാണ് അർത്ഥ പുരുഷാർത്ഥം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പുരുഷാർത്ഥം എന്ന് പറയുന്നത് കാമപുരുഷാർത്ഥം. കാമപുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ അഗെയിൻ മലയാളത്തിൽ പറയുന്ന കാമമല്ല, അത് മാത്രമല്ല അവിടെ ഉള്ളത്. ഇത് ഈ ബേസ്, അതായത് അർത്ഥം എന്ന് പറയുന്ന ആദ്യത്തെ പുരുഷാർത്ഥത്തിന്റെ ബേസിൽ, അതായത് നമ്മൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, അങ്ങനെ നമുക്ക് ബേസിക് നീഡ്സിൽ നമ്മൾ സെക്യൂരിറ്റി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് കോഴ്സ് നമുക്ക് കംഫർട്ട് ഫാക്ടറിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ കൂടുതൽ കംഫർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാഹചര്യങ്ങളിൽ തന്നെ. അപ്പൊ അതിനെ ആ ഒരു കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് കാമപുരുഷാർത്ഥം എന്ന് പറയുന്നത്. അതിലിപ്പോ നമ്മള് ചെയ്യുന്ന എന്തുവാ, അതിപ്പോ നമുക്കൊരു നമ്മള് കാറോ അല്ലെങ്കിൽ നമ്മൾ ചില TV എന്റർടൈൻമെന്റിന് വേണ്ടി വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, എല്ലാം നമുക്ക് കാമപുരുഷാർത്ഥത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് അർത്ഥപുരുഷാർത്ഥം, കാമപുരുഷാർത്ഥം. അപ്പൊ കാമപുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കംഫർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രയത്നങ്ങൾ ഇടുന്നുവോ അതിനെയൊക്കെ നമ്മൾ കാമപുരുഷാർത്ഥത്തിൽ പെടുത്താൻ പറ്റും. ഇനി വരുന്നതാണ് ധർമ്മപുരുഷാർത്ഥം. ധർമ്മപുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പറയാൻ. കാരണം എന്താ വെച്ചാൽ ധർമ്മം എന്നുള്ളതിന് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് ഒറ്റയടിക്ക് അത് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ബേസിക് ലെവൽ ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ആൻഡ് ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പോർഷനാണ് ഈ ധർമ്മപുരുഷാർത്ഥം. ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ധാരയതി ഇത് ധർമ്മ. നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്തോ അതാണ് ധർമ്മം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം തീയിന്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ തീയിന്റെ ധർമ്മം ചൂട്, വെളിച്ചം, അല്ലെ? ഈ ചൂടില്ലാണ്ട് തണുപ്പുള്ളൊരു തീയിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ വെളിച്ചമില്ലാണ്ട്, അതായത് തീ എവിടെ ഉണ്ടോ, പ്രകാശം എവിടെ ഉണ്ടോ അവിടെ എന്ന് വെച്ചാൽ ഇരുട്ട് മാറും. ഇരുട്ടുള്ള ഒരു തീയിനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന്റെ ധർമ്മം, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണോ അതാണ് അതിന്റെ ധർമ്മം. അതുകൊണ്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യരെ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള മൂല്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് വില കൽപ്പിക്കുന്നത്, ഇപ്പൊ സത്യം പറയുന്നത്, ആരെയും ചതിക്കാതെ വഞ്ചിക്കാതെ ജീവിക്കുന്നത്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളാണ് ഒരു പരിധിവരെ നമ്മളെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ മൂല്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ പുരുഷാർത്ഥം പറയുമ്പോൾ ഞാനിവിടെ എഴുതിയ മാതിരി ധർമ്മപുരുഷാർത്ഥം ആദ്യം പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മൂല്യങ്ങളുടെ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാമത്തിനും അർത്ഥത്തിനും നമ്മൾ പ്രയത്നിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു കൊള്ളക്കാരനോ കള്ളക്കടത്തുകാരനോ ആയിട്ട് നമുക്ക് സ്വത്ത് സമ്പാദിക്കാം, നമുക്ക് കംഫേർട്ട് സമ്പാദിക്കാം. പക്ഷെ നമ്മൾ ആരും ആ വഴിക്ക് പോയില്ല. എന്തുകൊണ്ടാണ്? കാര്യം എന്ന് വെച്ചാൽ നമ്മളിൽ ചില മൂല്യങ്ങൾ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ സത്യത്തോടു കൂടി നടക്കണം, നമ്മൾ വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഇതൊക്കെ ഞാൻ വളരെ ബേസിക് ലെവലിലാണ് കേട്ടോ പറയുന്നത്. വെച്ചാൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഒരു ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ അതിനെ മൂല്യങ്ങൾ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ മൂല്യങ്ങളാണ് നമ്മൾ എങ്ങനെയാണ് അർത്ഥപുരുഷാർത്ഥത്തിനും കാമപുരുഷാർത്ഥത്തിനും വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ധർമ്മം ഈസ് ആൻ എൻവലപ്പിംഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാമത്തിനെയും അർത്ഥത്തിനെയും കൂട്ടത്തില്. അപ്പൊ അതുകൊണ്ടാണ് ധർമ്മത്തിനെ ആദ്യം പറയുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം എന്ന് പറയുന്നത്. ഈ ധർമ്മം ആണ് എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നത് ധർമ്മമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവത്ഗീത തുടങ്ങുന്ന തന്നെ ആ ശ്ലോകം തന്നെ അങ്ങനെയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ. അപ്പൊ ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്ത് ചെയ്തു എന്നുള്ള ധൃതരാഷ്ട്ര ചോദ്യത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ ധർമ്മത്തിനെ കുറിച്ച് മൂല്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് മോക്ഷപുരുഷാർത്ഥം എന്ന് പറയും. അപ്പൊ ഇതാണ് ഹയസ്റ്റ് ലെവൽ. നമ്മുടെ വിചാരം എന്താ അറിയോ, നമ്മൾ വെച്ചാൽ ഈ മോക്ഷ പുരുഷാർത്ഥത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് മോക്ഷത്തിനെ കുറിച്ച് മാത്രമാണ്.
എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. എഗെയിൻ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം കൃത്യമായിട്ട്. നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ നോക്കാം. അതായത് ഇപ്പൊ ഈ ഒരു ക്ലാസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ മോക്ഷം എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വരുന്ന ബോണ്ടേജ് അല്ലെങ്കിൽ ബന്ധനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു സാധനം ഇല്ലാന്ന് വെക്കുക, നമുക്കത് വേണമെന്നുള്ള അങ്ങേയറ്റ ആഗ്രഹമുണ്ട്. നമ്മളത് കിട്ടുന്നവരെ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. നമ്മളത് എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓടി നടക്കും. അതേപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് വേണ്ടുന്ന ഒരു സാധനം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ മോഡൽ എന്താ പറയുക, ഒരു ആഭരണം അല്ലെങ്കിൽ കാറോ വേണമെന്ന് വെക്കാം. അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ, അല്ലെങ്കിൽ അയൽക്കാരുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടണം എന്നുള്ളത്. അപ്പൊ അത് കിട്ടുന്നവരെ നമുക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരു ഓട്ടാണ് ഇത്. ഒരു തരത്തിലുള്ളത്, ഒരു തരത്തിലുള്ള ബോണ്ടേജ് ആണ്, ഒരു ബന്ധനാണ്. കാരണം വെച്ചാൽ നമുക്കത് കിട്ടുന്നവരെ നമ്മൾ നമ്മളെ തന്നെ മറന്ന് വിശ്രമമില്ലാണ്ട് ഓടുന്നു. രണ്ടാമത്തെ, നമുക്ക് ഉണ്ടായിട്ടൊരു ബന്ധനുണ്ട്. അതായത് നമുക്ക് വേണ്ടത് നമുക്കുണ്ട്, പക്ഷെ എന്ന് വെച്ചാൽ അത് നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 2 കോടി രൂപയുടെ ഒരു ഡയമണ്ട് നെക്ലസ് കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ വെച്ച് നോക്കിയാൽ, എന്നിട്ട് നമുക്ക് പോണ്ടി വന്നു എവിടേക്കെങ്കിലും, നമ്മൾ സമാധാനത്തോടു കൂടി നമുക്ക് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാല് എങ്ങാനും അത് ആരെങ്കിലും എടുക്കുവോ, അതെന്ന് വെച്ചാല് വല്ല കള്ളന്മാരും കൊണ്ടുപോവോ. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ആൾക്കാർ വല്ലവടിയും പോകുമ്പോൾ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വേറുള്ളവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും, അടുത്തുള്ള ബന്ധുക്കളിലെയോ. കണ്ടിട്ടില്ലേ അത്? നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതെന്തുകൊണ്ടാന്ന് വെച്ചാല് അങ്ങനെ ഒരു ബന്ധമാണ്. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മള് അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഈ ലോകത്തിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഒരു തുണ്ട് തുണി പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ദേഹത്ത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ പലതിനെ കുറിച്ച് ആലോചിച്ചും വേവലാതിപ്പെട്ടും നമ്മൾ ജീവിക്കുന്നത് ആക്ച്വലി നമ്മുടെ കംഫേർട്ടിന് വേണ്ടിയിട്ടും നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് ഇല്ലാണ്ട്, 2 ഉണ്ടായിട്ട് നമ്മൾ അതില് കുടുങ്ങിക്കിടക്കും. എന്ന് വെച്ചാല് റാദർ ദാൻ ബിക്കമിങ് എ മാസ്റ്റർ ഓഫ് ദാറ്റ് തിങ്, വി ബിക്കം സ്ലേവ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ജസ്റ്റ് അതിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ് ഈ ജീവിതത്തിന്റെ അർത്ഥം, ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കുകയാണെങ്കിൽ, ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളതെല്ലാം നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. കാരണം ഇത് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അത് കിട്ടുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ മറ്റുള്ള എല്ലാം മറന്ന്, നമ്മുടെ കുടുംബ ബന്ധങ്ങള്, നമ്മുടെ ആരോഗ്യം എല്ലാം മറന്ന് ഓടുകയാണ്. ആ ഓടുന്നത് നിർത്തിയിട്ട് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ മോക്ഷ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വേദാന്തം പറയുന്നത് കേട്ടോ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തരത്തില് മോക്ഷത്തിനെ മാത്രം കുറിച്ചല്ല, നമ്മൾ ജീവിതത്തില് എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത് എന്നുള്ളത് വേദങ്ങളിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് കാമങ്ങള് പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ധർമ്മം പൂർത്തീകരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. മോക്ഷം എങ്ങനെയാണ് അറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മുഴുവൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം വിട്ടിട്ട്, കാരണം നമുക്കത് അറിയില്ല, നമ്മൾ ഈ മോക്ഷത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അതെന്തോ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് വേദാന്തത്തിൽ പറയുന്നത് എന്നുള്ളത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ അത് എങ്ങനെയാണ് പറയുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് ഈ 4 കാര്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വേദങ്ങളിലും വേദാന്തങ്ങളിലും ശാസ്ത്രങ്ങളിലും പറയുന്നത് കൊണ്ടാണ് സനാതന ധർമ്മ ഈസ് എ വേ ഓഫ് ലൈഫ് എന്ന് നമ്മൾ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് സനാതന ധർമ്മയുടെ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. നമുക്ക് അതിൽ പലതും അറിയില്ല, അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതെങ്ങനെ അറിയാം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഈ ഓരോ ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ആദ്യം നമുക്ക് നോക്കാം. ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ സംസ്കൃത വാക്കിനും ഒരു റൂട്ട് ഉണ്ട്. ഇവിടെ ആരൊക്കെ സംസ്കൃതം പഠിക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ വാക്കിനും ഓരോ റൂട്ട് വാക്കുണ്ട്. അതിന്റെ പേര് ധാതു എന്ന് പറയും. ഇപ്പൊ വേദങ്ങളുടെ റൂട്ട് വാക്ക് എന്ന് പറയുന്നത് വിദ് എന്ന് പറഞ്ഞാൽ നോളജ്. അതുപോലെ തന്നെ ശാസ്ത്രം എന്നുള്ളതിന്റെ റൂട്ട്
ഷാസ് എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ നോട്ട് ചെയ്ത് വെക്കേണ്ടത് പറയുന്നില്ല, നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. എപ്പോഴാണ് നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യാം. ഷാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടർത്ഥമാണ്. നമ്മുടെ മലയാളത്തിൽ പറയുന്ന ശാസനയില്ല, ടു കമാൻഡ് എന്നുള്ളതാണ് ഒരർത്ഥം. പിന്നെ രണ്ടാമത്തെ അർത്ഥം ടു ടീച്ച്, ഇതാണ് രണ്ടർത്ഥം. അപ്പൊ ശാസ്ത്രത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു കമാൻഡ് ആൻഡ് ടു ടീച്ച് എന്നുള്ളതാണ് ശാസ്ത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇതില് ശങ്കരാചാര്യർ പറയും, അതായത് ശാസ്ത്രം അമ്മയെ പോലെയാണെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുട്ടികളെ അമ്മ ആദ്യം ശാസിക്കും എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് കമാൻഡ് ചെയ്യും. കാരണം അവർക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ല. മെച്യൂരിറ്റി വരുന്ന ലെവല് വരെ കുട്ടിയെ അമ്മ ശാസിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ലെവല് കഴിഞ്ഞാൽ കുട്ടിക്ക് മെച്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ കുട്ടിയെ പിന്നെ അവർ ടീച്ച് ചെയ്യും. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നുള്ളത് ടീച്ച് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെയാണ് ശാസ്ത്രങ്ങളും. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആദ്യം നമുക്ക് നമ്മുടെ അടുത്ത് ശാസ്ത്രം കമാൻഡ് ചെയ്യും, എന്ന് വെച്ചാൽ നമ്മളെ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ടീച്ച് ചെയ്യും. അപ്പൊ അതാണ് ശാസ്ത്രങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ശാസ്ത്രങ്ങൾ ആദ്യം തന്നെ നമ്മൾ ചിലതൊക്കെ ഇതിൽ കേട്ടിട്ടുണ്ട്, ചിലത് കേട്ടിട്ടില്ല. എന്ന് വെച്ചാല് പുരാണം എന്തെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതിഹാസം എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, വേദം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതല്ലാണ്ട് ശാസ്ത്രത്തിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ശാസ്ത്രത്തിന് കൃത്യമായിട്ടൊരു അടുക്കും ചിട്ടയുണ്ട്. 6 ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ സനാതനധർമ്മ ശാസ്ത്രത്തിന് 6 തലങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആദ്യ 6 തലങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ തലം വേദങ്ങളാണ്. ആദ്യത്തെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 4 വേദങ്ങള്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്യരൂപത്തിലാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ ദേവതകളെ കുറിച്ച്, അഗ്നി, വരുണൻ, വായു, ഇങ്ങനെയുള്ള നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ചുറ്റും കാണുന്നതിനെ കുറിച്ച്, അതിന്റെ ഉണ്മയെ അന്വേഷിച്ച് അതിന്റെ പിന്നിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് പദ്യരൂപത്തിലാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് യജുർവേദം, അത് കൂടുതലായിട്ടും റിച്വൽസിനെ കുറിച്ച് പറയുന്നു. എന്ന് വെച്ചാൽ ഈ ദേവതകളെ എങ്ങനെ പ്രീതിപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അത് ഗദ്യരൂപത്തിലാണ് ഉള്ളത്, ആ വേദം. പിന്നെ മൂന്നാമത്തത് സാമവേദം. സാമവേദം ഋഗ്വേദത്തിന്റെ 2 മണ്ഡലങ്ങളെ, അതായത് 9, 10 എന്ന് പറയുന്ന 2 മണ്ഡലങ്ങളെ എടുത്ത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നതാണ് സാമവേദം. സാമവേദം സംഗീത രൂപത്തിലാണ്. നമ്മുടെ ഭാരതീയ സംഗീതം വന്നിരിക്കുന്നത് സാമവേദത്തിൽ നിന്നാണ്. സപ്തസ്വരങ്ങള് വന്നിരിക്കുന്നത് സാമവേദത്തിൽ നിന്നാണ്. നമ്മള് പറയാറുള്ള നാദബ്രഹ്മം എന്ന് പറയുന്നത്, അതായത് നാദത്തിലൂടെ, സംഗീതത്തിലൂടെ ഈശ്വരനെ അറിയാം എന്നുള്ള ആ സ്കൂൾ ഓഫ് തോട്ട് വന്നിരിക്കുന്നത് സാമവേദത്തിൽ നിന്നാണ്. അപ്പൊ ഇതില് നമ്മുടെ കർണാടക സംഗീതമൊക്കെ വന്നിരിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പം ത്യാഗരാജ സ്വാമികളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ത്യാഗരാജ സ്വാമികള്, അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കീർത്തനം ഉണ്ട്. അതായത് ഈ സാമവേദ സാരമാണ് സംഗീതം, അതാണ് ഈ ശിവന്റെ രൂപം എന്ന് പറയുന്ന തരത്തിലൊരു കീർത്തനം. അതായത് അത് ഇങ്ങനെയാണ്. അതായത് നാദ തനുമനീശം ശങ്കരം, നാദ തനുമനീശം ശങ്കരം, നമാമി മേ മനസാ ശിരസാ, നാദ തനുമനീശം. മോദകര നിഗമോത്തമ സാമ, മോദകര നിഗമോത്തമ സാമ, വേദസാരം വാരം വാരം സാമവേദസാരം വാരം വാരം, നാദ തനുമനീശം ശങ്കരം. എന്ന് വെച്ചാൽ പറയണം എന്താ വെച്ചാല്, നാദം തന്നെ ശരീരമായിട്ടുള്ള ശങ്കരനെ സാമവേദത്തിന്റെ അർത്ഥമായിട്ടുള്ള, സാരമായിട്ടുള്ള, സപ്തസ്വരങ്ങൾക്ക് ആധാരമായിട്ടുള്ള ആ ശങ്കരൻ എന്ന് പറഞ്ഞ ശിവൻ, പരമശിവൻ,
പരമശിവനെ ഞാൻ മനസ്സുകൊണ്ടും ശിരസ്സുകൊണ്ടും നമിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് സാമവേദത്തിന്റെ സാരം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അഥർവവേദം. അഥർവവേദം എന്ന് പറയുന്നത് അഥർവന മഹർഷിയും അങ്കിരസ് മഹർഷിയും രണ്ടുപേരും കൂടെ ചേർന്ന് ക്രോഡീകരിച്ചതാണ് അഥർവവേദം. അതെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മള് ഈ പറയുന്ന വേദങ്ങളുടെ ഒക്കെ ഒരു എലാബറേഷൻ ആണ് അതിൽ വരുന്നത്, മറ്റുള്ള 3 ഇതിന്റെയും. അപ്പൊ ഇങ്ങനെ 4 വേദങ്ങൾ, എഗെയിൻ 4 വേദത്തിൽ ഞാൻ പറഞ്ഞു എല്ലാ വേദത്തിനും 4 ക്ലാസിഫിക്കേഷൻ ബൈഫ്രിക്കേഷൻസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു മന്ത്രസംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്തുകൾ. ഇതാണ് വേദം എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ ഓഫ് ശാസ്ത്രം. രണ്ടാമത്തെ ലെയർ സൂത്രം എന്ന് പറയും. അതായത് വേദങ്ങൾ ഇത്രയും എലാബറേറ്റ് ആയി ഇരിക്കുന്ന സമയത്ത്, അതായത് അതിൽ പല ആശയങ്ങളും എല്ലാവർക്കും ഒരു പുരുഷായുസിലൊന്നും ചിലപ്പോൾ എല്ലാവർക്കും ആ വേദങ്ങൾ പഠിച്ച് അതിന്റെ സാരം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വ്യാസമഹർഷി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ജൈമിനി, ഇവരൊക്കെ എന്ന് വെച്ചാൽ അതിനെ ക്രോഡീകരിച്ചിട്ട് ഈ വേദങ്ങളിൽ പറയുന്ന ആശയങ്ങളൊക്കെ ക്രോഡീകരിച്ച് വളരെ ക്രിസ്പ് രൂപത്തിലാക്കിയിട്ട് അതിനെ സൂത്രങ്ങൾ എന്നുള്ള പേരിൽ അതിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സൂത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയാണ്. അതായത് വേദങ്ങളിൽ എല്ലാം ഉണ്ട്. ഈ 4 നേരത്തെ നമ്മൾ പറഞ്ഞ 4 പുരുഷാർത്ഥങ്ങളെ കുറിച്ചും വേദങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂത്രങ്ങളിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതായത് മോക്ഷത്തിനെ പറ്റിയിട്ടുള്ള സൂത്രങ്ങളുണ്ട്, ധർമ്മസൂത്രങ്ങളുണ്ട്, ധർമ്മത്തിനെ പറ്റിയിട്ട് ജൈമിനി ഒക്കെ എഴുതിയ സൂത്രങ്ങളുണ്ട്. ഈ സൂത്രങ്ങളെ ബേസിക്കലി മോക്ഷസൂത്രം, ധർമ്മസൂത്രം, ഗൃഹ്യസൂത്രം എന്ന് വെച്ചാൽ ഗൃഹ്യസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലും, അതായത് നമ്മള് സ്വയം, നമ്മുടെ കുടുംബം എങ്ങനെ മുന്നേറാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ ഗൃഹ്യസൂത്രം അഥവാ ഗാർഹിക സൂത്രങ്ങൾ. ഗാർഹിക സൂത്രങ്ങളിൽ വരുന്ന ഒരു സൂത്രത്തിനെ കുറിച്ച് നമുക്കറിയാം, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്താ? കാമസൂത്രം. കാമസൂത്രം എന്ന് പറയുന്നത് വേദിക് ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്. വാത്സ്യായന മഹർഷി വേദങ്ങളെ ഫോളോ ചെയ്യുന്ന മഹർഷിയായിരുന്നു. നമുക്കുള്ള തെറ്റിദ്ധാരണയാണ്, അതായത് ഇത് വേറെ എന്തോ ആണെന്നുള്ളത്. അത് ഈ ഗാർഹിക സൂത്രത്തിന്റെ ഭാഗമായിട്ടാണ് കാമസൂത്രം വരുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ സൗക്തിക സൂത്രങ്ങൾ എന്ന് പറയും. അതായത് സമൂഹത്തിനെ കുറിച്ച്, അതിൽ സമൂഹത്തിൽ എങ്ങനെയാണ് അതിനെങ്ങനെ മൊത്തമായിട്ട് ഉന്നതി ഉണ്ടാവാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഈ സൗക്തിക സൂത്രങ്ങൾ. അപ്പൊ ഈ സൂത്രങ്ങളെല്ലാം വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ട് പറയുന്ന നെക്സ്റ്റ് ലെയറിനെയാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത്. വേദങ്ങൾ ഈ സൂത്രങ്ങളുടെ നെക്സ്റ്റ് ലെയർ വരുന്നുണ്ട്, അതാണ് 3rd ലെയർ. അത് സ്മൃതി. ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ഈ സൂത്രങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ ഈ ബ്രഹ്മസൂത്രത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്രഹ്മസൂത്രം, ഗൗതമസൂത്രം, ഇങ്ങനെയുള്ള സൂത്രങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് അവർ ക്രോഡീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മുഖ്യമായിട്ടും ഈ ഇന്റലക്ച്വൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായി മാറിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആശയങ്ങള് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി. എന്ന് വെച്ചാൽ അത്രയും ടഫാണ്. ഇപ്പൊ ബ്രഹ്മസൂത്രമൊക്കെ വായിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്കൂൾ ഓഫ് വേദാന്ത മൊത്തമായിട്ട് പല സ്കൂൾസ് ഓഫ് തോട്ട് വന്നത് ഒറ്റ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ ബുക്കിന്റെ കമന്ററി എന്നാണ്. എന്ന് വെച്ചാൽ അത്രയും അതിനെ ഡിഫൈൻ ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പല രീതിക്കും ഇന്റർപ്രറ്റ് ചെയ്യപ്പെടാം എന്നുള്ള രീതിക്ക് വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളായി ചില സൂത്രങ്ങൾ. അപ്പൊ അതിനെ കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സാധനങ്ങളാണ് സ്മൃതികൾ. സ്മൃതികളിൽ തന്നെ പലതും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്മൃതിയാണ് മനുസ്മൃതി. അതുമാതിരി യാജ്ഞവൽക്യ സ്മൃതി ഉണ്ട്. അപ്പൊ അങ്ങനെ പല സ്മൃതികളുണ്ട്. എഗെയിൻ ഈ സൂത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ എലാബറേഷൻ ആയിട്ട് വന്നതാണ് സ്മൃതികൾ. അപ്പൊ ഇതൊക്കെ ആയി കഴിഞ്ഞാലും ഇതെങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കാര്യങ്ങൾ പകർത്തേണ്ടത്, അതുകൊണ്ട് എങ്ങനെ ഒരാൾക്ക് how he can go to the next step in his life, how he can accomplish something എന്നുള്ളതിനെ കുറിച്ച് സാധാരണക്കാർക്ക് അപ്പോഴും അത് അവർക്ക് അപ്രാപ്യമായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് എത്തുന്നുണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇത് കഥകളുടെ രൂപത്തിൽ ഈ പറയുന്ന മൂല്യങ്ങളും വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കഥകളുടെ രൂപത്തിൽ വരുന്നതിനെയാണ് നമ്മൾ പുരാണം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ നെക്സ്റ്റ് ലെവല്. പുരാണം എന്നുള്ളതിന്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ പുര
അപി നവാഹ എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ. എന്നുവെച്ചാൽ പഴയതാണെങ്കിലും പുതിയതാണ് എന്നുള്ളതാണ് പുര അപി നവാഹ എന്ന് പറഞ്ഞ അർത്ഥം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈവൻ ഇഫ് ഇറ്റ്സ് ഏൻഷ്യന്റ് ഇറ്റ് ഈസ് റെലവെന്റ് ഈവൻ ടുഡേ, ഈവൻ ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. എപ്പോ നോക്കിക്കഴിഞ്ഞാലും അത് നവമായിട്ട്, അതായത് പുതിയത പോലെ ഇരിക്കും. അതാണ് പുരാണം. ഇപ്പോ പുരാണങ്ങളിൽ ഇപ്പൊ പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോ സത്യം വധ എന്ന് പറയുന്ന വേദമന്ത്രം, അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഹരിശ്ചന്ദ്രന്റെ കഥ. എന്നുവെച്ചാല് ഹരിശ്ചന്ദ്രന്റെ കഥയിൽ ഇതിപ്പോ നമ്മള് എല്ലാ നമ്മളും ചെയ്യാറുള്ളതാണ് അല്ലേ. ഇപ്പൊ നമ്മള് ഈവൻ ഈ ബാലരമയിൽ വരുന്ന കഥ എടുത്താൽ പോലും, ഇല്ലെങ്കിൽ പഞ്ചതന്ത്രങ്ങളിൽ ഉള്ള കഥ എടുത്താൽ പോലും അതിന് പിന്നിൽ ഒരു നല്ല കാര്യം, ഒരു നല്ല ഐഡിയോളജി, ആശയം പറയാൻ വേണ്ടിയിട്ട്, സത്യം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പുരാണങ്ങളിലും ഉള്ളത്. ഈ പറയുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നല്ല ഐഡിയൽസ് എല്ലാം, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം കഥകളുടെ രൂപത്തിൽ അവതരിപ്പിക്കും. ഇപ്പൊ JP ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ആ മെസ്സേജ് അയച്ച പോലെ, അതായത് ഇതിൽ വല്ല ലോജിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോജിക്ക് ഈ പറയുന്ന വേദങ്ങളിലുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ രണ്ട് തരത്തിലും പറയുന്നുണ്ട്. അതായത് എങ്ങനെ നടക്കണം എന്നുള്ളതും പറയും, എങ്ങനെ നടക്കരുത് എന്നുള്ളതിനും കഥകളുണ്ട്. എന്ന് വെച്ചാല് ഇപ്പൊ മഹാഭാരതത്തിന്റെ കഥ തന്നെ എടുക്കുക. ഇപ്പൊ ഭീഷ്മര് ധർമ്മത്തിന്റെ സ്വരൂപമായിട്ടാണ് കാണുന്നത് ഭീഷ്മര്. എന്നാൽ അതേ ഭീഷ്മരാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ ആ കൗരവ സഭയിൽ ഇരുന്നത്. കാരണം അവിടെ ജസ്റ്റ് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ ധർമ്മജ്ഞനായിക്കോട്ടെ, നിങ്ങൾ അധർമ്മത്തിന്റെ പക്ഷം പിടിച്ചുവോ നിങ്ങൾക്ക് പിന്നെ വായ തുറക്കാൻ പറ്റില്ല. അത് ഇങ്ങനെയുള്ള ഓരോ ആശയങ്ങളെ കഥയുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് പുരാണം. അതുപോലെ തന്നെയാണ് ഇപ്പൊ പിതൃദേവോ ഭവ, അച്ഛനെ ദൈവത്തെ പോലെ കാണണം. അതാണ് രാമായണത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ശ്രീരാമൻ എങ്ങനെയാണ് ദശരഥനെ എങ്ങനെ കണ്ടിരുന്നു, ദശരഥന്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് എങ്ങനെയാണ് കാട്ടിൽ പോയത് എന്നുള്ളതിനെ കുറിച്ച് ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള പിതൃദേവോ ഭവ എന്ന് പറയുന്ന ഒരു തത്വത്തിനെ കഥയായിട്ട് കാണിക്കണം. അപ്പൊ അതാണ് പുരാണങ്ങൾ. ഇനി പുരാണങ്ങളുടെ അടുത്ത ലെവലാണ് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. രാമായണം, മഹാഭാരതം, ഇതാണ് രണ്ട് മെയിൻ ആയിട്ടുള്ള ഇതിഹാസങ്ങൾ. എഗെയിൻ ഇതിഹാസവും പുരാണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിഹാസം ഈസ് ഹിസ്റ്ററി ബേസ്ഡ്. ആസീദ് എന്ന് പറഞ്ഞ നടന്നത് ആണ് ഇതിഹാസം. രണ്ടാമതൊരു ഡെഫിനേഷൻ അതിലുള്ളത് ഇതിഹകൾ ഉള്ളത്. യഹ ഇതിഹ ആസീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിഹ എന്ന് പറഞ്ഞാൽ വാല്യൂസ്, ഇതിൽ മൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിഹാസത്തിന്റെ എലാബറേഷൻ. മഹാഭാരതം എന്ന് പറയുന്നത് തന്നെ മഹത്വാദ് ഭാരവത്വാദ് ച, മഹത്തരമായിട്ടുള്ളതും ഭാരവത്തായിട്ടുള്ളതും. ഭാരവത്ത് എന്ന് പറഞ്ഞാൽ വെയിറ്റ്, ഇൻ ടേംസ് ഓഫ് വെയിറ്റ് എന്നുള്ളതല്ല അർത്ഥം, മൂല്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ളതാണ് മഹാഭാരതം. അതുപോലെ തന്നെ രാമായണം. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ, അതിൽ മൂല്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം എന്നുള്ളത് കാണിച്ചു തരുന്നതാണ് ഇതിഹാസങ്ങൾ. അപ്പൊ ഇതാണ് അടുത്ത ലെയർ. ഇനി ലാസ്റ്റ് ലെയർ ഉള്ളത് ആണ് ഭാഷ്യം എന്ന് പറയും. ഇതാണ് ആറാമത്തെ ലെയർ ശാസ്ത്രത്തിന്റെ. ഭാഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കമന്ററീസ് ആണ്. ഈ പറയുന്ന ഏതിന്റെയും കമന്ററീസിനെയാണ് നമ്മൾ ഭാഷ്യം എന്ന് പറയാം. ശങ്കരാചാര്യർ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭാഷ എഴുതിയിട്ടുണ്ട്. ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആചാര്യന്മാര്, മാധവാചാര്യര്, രാമാനുജാചാര്യര്, വല്ലഭാചാര്യര്, ഇങ്ങനെ പലരും ഇന്നും കമന്ററീസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഈ എല്ലാ കമന്ററീസും ഈ പറയുന്ന കഴിഞ്ഞ 5 ലെയറിന്റെയും കമന്ററീസിനെ പറയുന്നതാണ് ഭാഷ്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ വേദാന്തം പഠിക്കുന്ന എന്തിനാണ് ഈ പറയുന്ന 4-5 ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഹു ആം ഐ, വാട്ട് ഈസ് ഗോഡ്, വാട്ട് ഈസ് ദിസ് യൂണിവേഴ്സ്, what is the relationship between me and God,
അതുപോലെ തന്നെ ഈസ് ഹാപ്പിനെസ് ഈവൻ പോസിബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വേദാന്തം പഠിക്കുന്നത്. അത് വയസ്സാങ്കാലവും പുണ്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ ഉള്ള കാര്യങ്ങളെ ഫുള്ള് കവർ ചെയ്യുന്നതാണ് നമ്മുടെ വേദങ്ങളും സനാതന ധർമ്മങ്ങളും. അതുകൊണ്ടാണ് അതിനെ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 4 പുരുഷാർത്ഥങ്ങളുണ്ട് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ. അർത്ഥപുരുഷാർത്ഥം വിച്ച് ഇസ് ഫോർ ദ ബേസിക് നീഡ്സ്, കാമപുരുഷാർത്ഥം ഫോർ ദ കംഫർട്ട് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ്, ധർമ്മപുരുഷാർത്ഥം വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ വാല്യൂസ്. ആ വാല്യൂസിനെയാണ് മറ്റുള്ള അർത്ഥപുരുഷാർത്ഥവും ധർമ്മപുരുഷാർത്ഥവും നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ മോക്ഷപുരുഷാർത്ഥം വിച്ച് വിൽ ഹെൽപ്പ് us ടു റിലീവ് ഫ്രം ദ ബോണ്ടേജ്. അതെങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രം അതിനുവേണ്ടി ഗൈഡ് ചെയ്യുന്നത്? 6 ലെയറിൽ നമ്മൾ ഈ ശാസ്ത്രത്തിനെ, നമ്മുടെ ശാസ്ത്രം അതിനുവേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തത് വേദം, രണ്ടാമത്തത് സൂത്രങ്ങള്, സ്മൃതികള്, പുരാണം, ഇതിഹാസം, ഭാഷ്യം. ഇങ്ങനെ 6 ലെയേഴ്സ് ഉണ്ട് ശാസ്ത്രത്തിന്. അപ്പൊ ഇതിനെ കുറിച്ചാണ്, ഇതാണ് ജസ്റ്റ് ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിക്ക് പറയാനുള്ളത്.